Good morning. Good morning, ma'am. Good morning, ma'am. Okay, after your vacations, long time, right? Okay, we can start the class. Who is going to do the prayer? Yes, please. Dear God, please keep me happy today. Help me to be bright, cheerful, and gay. Help me to do the things you want me to be to others kind and good. My parents, teachers, and friends do bless and keep us all in happiness and keep us all in happiness. Thank you. Okay, what next? Please. Ma'am, sign in ഞാൻ ചെയ്യാം. Hi everyone, happy morning. Small improvement in our life leads to big success. It even changes our personality. If we work hard in our life, we can achieve our goal. First, we need a good mind. If can surely achieve. I pray that each of us will have the same mind as you. Also have a nice day. It's signing in Sahaduna. Okay, good. Okay, fine. Where were we? Like, Thought of the day. please. Good morning to all. All birds find shelter during rain, but the eagle avoids rain by flying above the clouds. Problems are common, but attitude makes the difference. Thank you. Have a nice day. Yes, attitude makes a difference. ഓക്കെ, നിങ്ങൾക്ക് വെക്കേഷൻ ഇനഫ് ആയിരുന്നോ അതോ ഇനി വേണമെന്നുണ്ടോ? കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവിടെ മോൻ പറയുന്നുണ്ടായിരുന്നു എന്തിനാ ഇന്ന് ക്ലാസ് വെച്ചത്. സോ അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് 27th സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കാണുന്ന എന്നാണല്ലോ. എല്ലാവരുടെ മുന്നിൽ ഒരു കുട്ടിയില്ലേ? ആർക്കും തോന്നിയില്ലേ അങ്ങനെയൊന്നും? നമ്മളെ ക്ലാസ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാ കൊറേ വർഷത്തിന് ശേഷം പഴയ ഇത് തിരിച്ചു കിട്ടിയല്ലേ, അപ്പൊ അങ്ങനെ സത്യമായിട്ട് സത്യം. എനിക്ക് കുറെ ദിവസം ക്ലാസ് എടുക്കാണ്ട് വന്നപ്പോ എനിക്ക് ഏതാണ്ട് പ്രായമായതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. സഹദുന, എനിക്ക് കേൾക്കുന്നില്ല, ബ്രേക്ക് ആവും. ഇന്ന് ക്ലാസ്സിൽ പോകുമ്പോ പറഞ്ഞായിരുന്നു ഉയർവിടെ കഴിഞ്ഞിട്ട് തുറന്നാ പോരായിരുന്നു. മോന് ഇവിടെ ഇന്ന് നാളെയാ ക്ലാസ്. പക്ഷെ 1, 2, 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അവധിയാ. ഓക്കെ ഫൈൻ. സോ നമ്മൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. PG ക്ലാസ്സിൽ വന്നപ്പോ കുറെ ഡൗട്ട്സ് ചോദിച്ചു. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാതെ പറഞ്ഞു. നിങ്ങളുടെ ബാച്ചിൽ നിന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരൊക്കെ ചോദിച്ചെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണേ. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സർവേ ചെയ്തോ? സർവേ ഒരു 2-3 പേരുടെ സർവേ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മാം പറഞ്ഞത് മാത്രം ചോദിച്ചിട്ടുള്ളായിരുന്നു. ഞാനത് പ്രിന്റ് എടുത്തിട്ടില്ലായിരുന്നു. സർവേ അല്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ് ഇല്ലാത്ത സമയമൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം.
ഒന്നും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പെൻഡിങ് വർക്ക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഞാനും പെൻഡിങ് വർക്ക്സ് ഒക്കെ ഇങ്ങനെ കുറേ ഷെയ്ഡ് കറക്റ്റ് ചെയ്ത് വരുവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത പോർഷൻസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? യെസ്. ഓക്കെ, നമ്മളിപ്പോ എടുക്കുന്നത് മോഡ്യൂൾ 1 പാർട്ട് 3 തേർഡ് യൂണിറ്റ് ആണ്. അത് കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ, കംപ്ലീറ്റ് ആയോ? പോയോ? എന്താ ഇതിൽ ഇനി എന്തെടുക്കാനുള്ളേന്ന് ഏത് പോർഷൻ പവർ ഓഫ് അറ്റൻഷൻ തൊട്ട് എടുക്കണം. കഴിഞ്ഞിട്ടല്ലേ പവർ ഓഫ് അറ്റൻഷൻ വരുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഫ്ലോ ഡയഗ്രാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ കുട്ടികളുടെ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ്, അവരുടെ സൈക്കിക് പാറ്റേൺ, മെന്റൽ ഡെവലപ്മെന്റ്, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്, അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുവാണ്. നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് അല്ലെ. പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായം അബ്സോർബൻ മൈൻഡാണ്. എന്തവരിലേക്ക് ചെന്നാലും അത് അവർ അങ്ങനെ അബ്സോർബ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അവരുടെ മനസ്സിനുള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോഴേക്കും അത് അവരുടെ ഡെവലപ്മെന്റിനെ എന്താ പറയാ, നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാവുകയില്ല. ഓക്കെ, അവർക്ക് എപ്പോഴും ആ ഒരു ഒന്നല്ലെങ്കിൽ ഒരു ഫിയർ ആണെങ്കിൽ അതൊരു ട്രോമയായിട്ട് കിടക്കും. പലപ്പോഴും അത് അവരുടെ കോൺഫിഡൻസിനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ സൈക്കിക് പാറ്റേണിൽ കുറെ കണ്ടീഷൻസും കുറെ ടൂൾസും എല്ലാം ഉണ്ട്. കുട്ടികളിൽ തന്നെയുള്ള കുറെ ക്വാളിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സറൗണ്ടിങ്സിലെ ചില കണ്ടീഷൻസ് എല്ലാം ഇവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാന്നല്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ്. അപ്പൊ അതിലെ കണ്ടീഷൻ നെസസറി എന്ന് പറയുന്നത് എൻവിയോൺമെന്റ് ആണ്. എൻവിയോൺമെന്റ് നമ്മൾ കണ്ടു 3 phases ഉണ്ട്. ഒന്ന് ഫസ്റ്റ് പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് എൻവിയോൺമെന്റിലെ പ്രൈം 1, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതൊരു കീ ഫാക്ടർ തന്നെയാണ്. ആ ഒരു ഓൾമോസ്റ്റ് ഒരു 3 years വരെയൊക്കെ കുട്ടി ഫാമിലിയിലായിരിക്കും. ജസ്റ്റ് ഒരു 2 years ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 1.5 years ഒക്കെ കഴിയുമ്പോഴാണ് സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. സൊസൈറ്റിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നതും പല ഫങ്ഷൻസും അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ 2.5 കഴിയുമ്പോൾ കുട്ടി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണ്. അത് അംഗൻവാടികളാകാം, പ്രീ സ്കൂൾ ആകാം. അങ്ങനെ ഈ 3 phases ഈ എൻവിയോൺമെന്റിൽ വരുന്നുണ്ട്. അത് ഈവൻ നമ്മളിപ്പോ കുട്ടീന്നല്ല, നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജുകൾ, അത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടം, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ശരിയല്ലെങ്കിൽ നമ്മൾ ആകെ നമുക്ക് ബുദ്ധിമുട്ടാവും. എത്ര പേയ്മെന്റും സാലറിയും ആണെങ്കിൽ തന്നെ. ഓക്കെ, നമ്മളുടെ വെൽനെസ് എല്ലാം ഒരു വലിയൊരു ആളുകളുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും വെൽബീയിങ്, ഹാപ്പിനെസ്, വെൽനെസ് എന്ന് പറയുന്നത് എൻവിയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ഫ്രീഡം. ഓക്കെ, എല്ലാ മനുഷ്യരെയും ഫ്രീ ആക്കി വിടണം, എന്നാലാണ് അവർക്ക് അവരുടെ ആ ഇൻഡിപെൻഡൻസ്, അവർ ഇൻഡിപെൻഡന്റ് ആകുകയുള്ളൂ എന്ന് പറയുന്നത്. ഫ്രീ ആക്കാതെ പിടിച്ചു വെക്കുന്നവരെ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആവില്ല. അപ്പൊ ഈ ഇൻഡിപെൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ കുട്ടി വളരുമ്പോഴാണ് അതിന് സെൽഫ് കോൺഫിഡൻസ് വരുന്നത്. തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു ഫീല് വരുന്നത്. വേറൊരാൾ ചെയ്തു കൊടുക്കുന്നു, ഡിപ്പെൻഡന്റ് ആവുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാകില്ല, ഈ ഒരു തോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ കുട്ടിയിൽ തന്നെയുള്ള ഇന്റേണൽ എയ്ഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അബ്സോർബൻ മൈൻഡ് ആൻഡ് സെൻസിറ്റീവ് പീരിയഡ്. ഈ ഒരു അത് വളരെ എല്ലാത്തിനോടും സെൻസിറ്റീവ് ആയിരിക്കും കുട്ടി. ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്നത് എല്ലാം വളരെ സെൻസിറ്റീവ് ആയിരിക്കും. സോ ആളുടെ സെൻസസ്, ആ ഒരു 5 senses നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഒരു പീരീഡിന് പോകാനായിട്ട്.
അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യം റാറ്റിൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കിലുക്കാൻ പെട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അവർക്ക് കൈവച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ പറ്റുന്ന രീതിയിലുള്ള ടോയ്സ് അതെല്ലാം കൊടുക്കുന്നു. കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഷാർപ്പ് എഡ്ജുള്ളത് ഇല്ലാത്തൊക്കെ നോക്കി നമ്മൾ വാങ്ങും അല്ലെ, കുട്ടികൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെ ഈവൻ അതൊന്ന് കടിക്കുവാണെങ്കിൽ, കാരണം കടിക്കുവാണെങ്കിൽ പോലും ടോക്സിക് അല്ലാത്തത്, അങ്ങനത്തെ എല്ലാം നോക്കി ക്വാളിറ്റി ഉള്ളത് നോക്കിയാണ് നമ്മൾ ഈവൻ ടോയ്സ് വരെയും വാങ്ങുന്നത്, ഡ്രസ്സും ടോയ്സും എല്ലാം. ഈ ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിലാണ് പോകുന്നത്. അതിൽ ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ആ പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ എന്തെല്ലാം കാര്യങ്ങളിലാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വണ്ണായിരുന്നു നമ്മൾ പറഞ്ഞത് ലോ ഓഫ് വർക്ക്. കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്നാണ് മറിയ മോണ്ടിസോറിയുടെ ഒരു ഒബ്സർവേഷൻസ്. അപ്പൊ അവരെപ്പോഴും കുട്ടികൾ പ്രിഫർ ചെയ്യുന്നു വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന സാധനം കുറേ നേരം അവർ പരിശോധിക്കുന്ന കാണാം, ചിലപ്പോൾ അത് കടിച്ചു നോക്കും, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും അവര്. അങ്ങനെ ഒരു ലോ ഓഫ് വർക്ക് അതിൽ വരുന്നതാണ് അവർക്ക് ഈ വർക്ക് ടു പ്ലേ, അതിൽ തന്നെ വരുന്നതാണ് ആ വർക്കിനോടുള്ള ഒരു ലവ് ഓഫ് വർക്ക്. അങ്ങനെ അത് പിന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഓൾറെഡി പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് പെൺകുട്ടികൾക്ക് ഡോള്, ആൺകുട്ടികൾക്ക് കാറ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയായിരുന്നു പണ്ടൊക്കെ എല്ലാരും. ഇപ്പൊ ഇവൻ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതിലൊരു ഡിസ്ക്രിമിനേഷൻ വേണ്ടാന്ന് ഇങ്ങനെയൊക്കെ പറയും. ബട്ട് ഡിസ്ക്രിമിനേഷൻ അല്ല, കുട്ടിക്ക് എന്തിനോടാണ് ആ താല്പര്യം ആ രീതിയിലുള്ള ടോയ്സ് പ്രൊവൈഡ് ചെയ്യുക. ചിലപ്പോൾ കാണാം എത്ര വില കൂടിയ ടോയ്സ് വാങ്ങിച്ചാലും അവർ മൈൻഡ് ചെയ്യാതെ വേറെ പല സാധനങ്ങൾ എടുത്ത് അവർ തന്നെ കളിക്കുന്നത് കാണാം. അടുക്കളയിലേക്ക് അഴിഞ്ഞു ചെന്ന് സ്പൂണും ഗ്ലാസും പ്ലേറ്റ് ഒക്കെ ആയിരിക്കും അവരുടെ വർക്ക് ടു പ്ലേക്കുള്ള എക്യുപ്മെന്റ്സ്. അപ്പൊ അങ്ങനെ അവര് തന്നെ കുറെ കാര്യങ്ങളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ആ ലോ ഓഫ് വർക്കിലൂടെയാണ് പോകുന്നത്. പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞു, ഫ്രീ ആക്കാതെ ഒരാളും ഇൻഡിപെൻഡന്റ് ആവുകയില്ല നമ്മൾ പറഞ്ഞു. അത് ദാറ്റ് ഇസ് ടുവേഴ്സ് ദി കോൺഫിഡൻസ് ബിൽഡിങ്. അവർക്ക് ആ ഒരു സെൽഫ് അവയർനെസ്, കോൺഫിഡൻസ് ബിൽഡിങ് ഇതെല്ലാം വരും. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല ഡെവലപ്മെന്റും അറസ്റ്റ് ആകുമെന്നാണ് പറയുന്നത്. ബട്ട് വി ഹാവ് ടു ഒബ്സർവ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അപകടങ്ങളിലേക്കൊന്നും പോവാതെ ആ രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർ ചെയ്യുന്നത് തന്നെ നമ്മൾ ഷൗട്ട് ചെയ്യുകയോ മിസ്റ്റേക്കാന്ന് പറയുകയോ ചെയ്യാതെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോലും അവർക്ക് തോന്നരുത്. നമ്മൾ കാണിച്ചു കൊടുക്കണം. വി ഹാവ് ടു ഷോ ദം. എന്താ പറയുന്നത്, എൻകറേജ് ചെയ്യണം ചെയ്യുന്ന കാര്യങ്ങള്. നമ്മൾ അതിലെ ഫ്ലോസ് കാണാതെ എൻകറേജ് ചെയ്യണം, അതിലെ കുറവുകൾ കണ്ടുപിടിക്കരുത്, നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യണം. ദെൻ കംസ് പവർ ഓഫ് അറ്റൻഷൻ. ഭയങ്കര കോൺസെൻട്രേഷൻ ഉള്ള ഒരു പീരീഡ് ആണെന്നാ പറയുന്നത്. നല്ല ശ്രദ്ധയായിരിക്കും. ചിലപ്പോ അടുത്തുകൂടെ ആരെങ്കിലും പോകുന്നതോ ശബ്ദമോ ഒന്നും ഇവർ ശ്രദ്ധിക്കില്ല. ഈ പവർ ഓഫ് അറ്റൻഷൻ പല കുട്ടികളിലും പല രീതിയിലാണ്. അത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ ഇരുന്ന് ചെയ്യും, അവർ ശ്രദ്ധിക്കുകയില്ല ചുറ്റും എന്താ നടക്കുന്നതെന്ന് ഒന്നും അവർ ശ്രദ്ധിക്കില്ല. ഇനി വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അവരത് ഒന്ന് ശ്രദ്ധിക്കും, പിന്നെ ബാക്ക് ടു വർക്ക്, അങ്ങനെയുള്ളവരുണ്ടാകും. അതും നോർമലാണ്. പിന്നെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൂടെ ആരെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവിടെ ഇട്ടിട്ട് അവരതിന്റെ പുറകെ പോകും. അത് ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആണ്. അപ്പോൾ ഈ മോണ്ടിസോറി എപ്പോഴും നമ്മൾ ഓർക്കാം, മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ നോർമൽ ചൈൽഡ്, നോർമലൈസേഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല. ഓക്കെ, പെർഫെക്റ്റ് അതായത് എല്ലാത്തിനും ഫസ്റ്റ് വരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് ചെയ്യുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കറക്റ്റ് ആക്കുന്നു, മിസ്റ്റേക്കുകൾ വരുന്നില്ല. അതൊന്നും അല്ല നോർമൽ ചൈൽഡ് എന്ന് മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നത്. ഒരു കുട്ടി മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ കാര്യങ്ങൾ അവന്റേതായ രീതിയിൽ ചെയ്യുന്നതാണ്. അതായത് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ദാറ്റ് ഇസ് നോർമൽ കിഡ്. അങ്ങനെയുള്ളവരാണ് സൊസൈറ്റിയിലേക്ക്, ദേ ക്യാൻ ഗീവ് മോർ ടു ദ സൊസൈറ്റി. അല്ലാണ്ട് എല്ലാത്തിലും ഫസ്റ്റ് വരുന്നു, ഒരു തെറ്റും പറ്റുന്നില്ല, എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ ചെയ്യുന്നു, അത് പെർഫെക്റ്റ് എന്നുള്ളതല്ല മോണ്ടിസോറിയിൽ നോർമൽ എന്ന് പറയുന്നത്. ഡീവിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടോ, പവർ ഓഫ് അറ്റൻഷൻ കുറയുന്നു, കോൺസെൻട്രേഷൻ കുറയുന്നു, അങ്ങനെയുള്ളത്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ ഡീവിയേഷനിൽ വരുന്നത്. ഓക്കെ, ഡീവിയേഷനിൽ വരുന്നത്. അവരെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് അത് എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ക്ലാസ്സിൽ എടുത്തോ?
എടുത്തോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഇല്ല madam. യെസ്, അതൊരു നോർമൽ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അതൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ മനസ്സിലാകും ഡീവിയേറ്റഡ് കിഡ്സ് ഏത് കാറ്റഗറിയിൽ വരുന്നു, നോർമലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്. പിന്നെ നമ്മളെ ഡീവിയേറ്റഡ് കുട്ടികളെ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കണം. അതായത് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ നമ്മൾ എന്താ പറയാ, നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കില്ല. നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ആവശ്യം വരുമ്പോൾ മാത്രം ഇടപെടുകയുള്ളൂ, ഇന്റർവീൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡീവിയേറ്റഡ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോകണം. അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം അവരോട് സ്പെൻഡ് ചെയ്യണം. അത് മാത്രമല്ല, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണ് അവരെ തിരിച്ച് ഈ നോർമലൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം എനിക്ക് തോന്നുന്നു ഒരു ബാച്ചിൽ ഒരു കുട്ടി പറയണ്ടായി, ഒരു ബോയ് ഒന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, മറ്റുള്ള കുട്ടികളെല്ലാം ചെയ്യുമ്പോൾ ഇവൻ മാത്രം ചെയ്യാതിരിക്കും, അങ്ങനെ ഭയങ്കര ക്ലാസ്സിൽ ഭയങ്കര ഡിസ്റ്റർബൻസ്, ആ രീതിയിലൊക്കെ ഇത്. അപ്പൊ സ്കൂളുകളിൽ പൊതുവെ കുട്ടികൾ പഠിക്കൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ സ്കൂളിൽ വരുന്നത്. അവർക്ക് ഹോംവർക്ക് ഉണ്ടാകും, ക്ലാസ്സിൽ വർക്ക് ഉണ്ടാകും, ചെറിയ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും, അതിപ്പോ KG-യിലാണെങ്കിലും ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പം സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം സ്കോർ ചെയ്യുക, അവരെല്ലാം അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ വന്നപ്പോ നമ്മളുടെ മോണ്ടിസോറി ട്രെയിനി വിചാരിച്ചു ആ ഒരു ഞാനൊന്ന് മാറും. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം സംഭവം ഞാൻ എന്തോ ക്ലാസ് എടുത്തോണ്ടിരുന്ന സമയത്ത് ഈ ടീച്ചേഴ്സ് കുട്ടികളെ ഗെറ്റ് ഔട്ട് അടിക്കുന്നത്, ചെറിയ കുട്ടികളെല്ല കേട്ടോ, കുറച്ച് വലിയ മുതിർന്ന കുട്ടികൾ എന്തെങ്കിലും വരുമ്പോഴേക്കും ഗെറ്റ് ഔട്ട് അടിക്കുന്നു, കുട്ടി ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ വല്ലാണ്ട് അടിച്ചിരുത്തുന്നു, അങ്ങനെയൊക്കെ ചില ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, എല്ലാരും അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടി ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേറൊന്നില്ലതാവുമ്പോൾ കുട്ടിയെ ഗെറ്റ് ഔട്ട് അടിക്കുകയല്ലോ, ടീച്ചർ ഒന്ന് മാറി ചിന്തിക്കണം. അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, ഐ എം ഗെറ്റിംഗ് ബോർഡ്, അപ്പൊ നിങ്ങൾ എന്നോട് പറയുകയാണ് മിസ് പറയുന്നൊന്നും ഞങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല, ഞങ്ങൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് മാറേണ്ടത് അല്ലെ? ക്ലാസ് റൂം ആകെ ഞാൻ മൊത്തം മാറ്റണം. അല്ലെങ്കിൽ പിന്നെ മീൻസ് ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ടീച്ചർ അവിടെ മാറി ചിന്തിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ കുട്ടി അത് അങ്ങനെ മനസ്സിലോർത്ത് പിറ്റേ ദിവസം അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പം ആ മോന്റെ രീതിക്കനുസരിച്ച് അവനെ ത്രൂ സം ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ലേണിംഗിലേക്ക് കൊണ്ടുവന്നു. ഒരു 1 വീക്ക് വേണ്ടിയൊന്നും വന്നില്ല, 2-3 ഡേയ്സിനുള്ളിൽ തന്നെ കുട്ടിക്ക് ടീച്ചർമാരെ ആരെ ഇഷ്ടമല്ലായിരുന്നു, ആര് വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയ ക്ലാസ് കേട്ടോ, KG-ലെയാ. അപ്പോ പിന്നെ ഈ നമ്മളുടെ ഈ മോണ്ടിസോറി ട്രെയിനിയെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമാണ്, ഓടി വരും, കെട്ടിപ്പിടിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായി. അങ്ങനെ ഇവൻ ത്രൂ ദാറ്റ് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ആ ലേണിംഗ് പ്രോസസ്സിലേക്ക് പോയി. സോ അത് നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു മോണ്ടിസോറി ട്രെയിനിയാണ് ആ ഒരു ചേഞ്ച് ആ കുട്ടിയിൽ കൊണ്ടുവന്നത്. ഭയങ്കര അപ്രീഷ്യബിൾ ആയിരുന്നു. സ്കൂളിലെ പ്രിൻസിപ്പളിനൊക്കെ ഭയങ്കര സന്തോഷമായി, അങ്ങനെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. നമ്മളുടെ പല ട്രെയിനീസും ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസിന് ചേർന്ന് കഴിയുമ്പോൾ മേ ബി 15 ഡേയ്സ് 10 to 15 ഡേയ്സ് മതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് അവരെ വർക്ക് ചെയ്യാമോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പലരും എക്സ്റ്റെൻഡ് ചെയ്ത് ക്ലാസ്സസ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ പവർ ഓഫ് അറ്റൻഷൻ, കുട്ടികൾ നോർമലി ഇവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടിയ സമയമാണ്. നമ്മൾ അതിലൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഡീവിയേറ്റഡ് കുട്ടികളുടെ കാര്യം പറഞ്ഞു. ബട്ട് ഡീവിയേറ്റഡ് കുട്ടികളെ നമുക്ക് നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അവർക്ക് വേണ്ടി പ്രത്യേകം ആക്ടിവിറ്റീസ് ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും ആ ഒരു എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റ് മുഴുവനും നോർമലൈസ്ഡ് കിട്ടായിരിക്കും. പിന്നെ അവരെല്ലാരും ഒരുമിച്ച് ഒരേ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. ഓക്കെ, ഇത് എത്രത്തോളം എടുത്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ നമുക്ക് ഇവിടെ തന്നെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെ വായിക്കാം? പ്ലീസ് റീഡ്. ഞാൻ വായിക്കാം. അല്ല, പ്രിയം വായിച്ചു, പിന്നെ ഒരു അടുത്ത ഹെഡിങ് അല്ലേ? Okay, ma'am. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interest not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his 5 senses. In the Montessori environment, when children do activities,
He develops his ability to focus and builds his personality. Originally, children are attracted to materials that appeal to their five senses. Next, the unknown attracts the child, and lastly, it is the known that attracts him to an activity. The child concentrates on those things that he already has in his mind, that he has absorbed in the previous period, for whatever has been conquered has a tendency to remain in the mind to be pondered. Concentration is the way that opens up the child to the inherent treasure within him. When the child is able to conceive, he replaces as instinctive interest based on primitive impulses with the intellectual interest. Now he becomes calmer, more controlled, and restored. ഇപ്പൊ മോണ്ടിസോറി കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ, കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് സെൻസിറ്റീവ് പീരീഡുമാണ്, അബ്സോർബൻ മൈൻഡും ആണെന്ന് പറഞ്ഞു. എൻവയോൺമെന്റിൽ കാണുന്ന എല്ലാത്തിനോടും ഭയങ്കര ഒരു വൈ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുള്ളൂ. എന്തെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, അങ്ങനെയുള്ള കുറേ വൈ ക്വസ്റ്റ്യൻസ് കുട്ടികളിൽ ഉണ്ടാകും. നമ്മള് കുഞ്ഞായിരുന്നപ്പോഴും നമ്മളും ചോദിക്കുമായിരുന്നു അല്ലെ. അതുപോലെ മഴ പെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ. പൂ വിരിഞ്ഞ് കാണും, ബട്ടർഫ്ലൈയെ കാണുമ്പോൾ, തുമ്പിയെ കാണുമ്പോൾ, അങ്ങനെ എന്തെല്ലാം ചുറ്റും കാണുന്നു അതെല്ലാം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അതിനെപ്പറ്റി അറിയാനായിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ചുറ്റുമുള്ള സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യാനും പല കാര്യങ്ങൾ അറിയാനുള്ള ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കുട്ടികളിൽ വരും. ഇവര് നാച്ചുറൽ ആയിട്ടാണ് ഇതിനോടെല്ലാം ആ ഒരു ഇൻസ്പിറേഷൻ വരുന്നത്. നാച്ചുറൽ ആയിട്ടാണ് ഇതുമായിട്ട് എല്ലാം കണക്ട് ആവുന്നത്. കളർ, സ്മെൽ, നോയ്സ്, അങ്ങനെ പലതും. ചില സമയത്ത് മൂളിപ്പാട്ട് പാടും അവര്. അങ്ങനെ മ്യൂസിക്കിനനുസരിച്ച് ചിലപ്പോൾ ആ ഒരു റിഥമിനനുസരിച്ച് അവര് ബോഡി മൂവ് ചെയ്യിക്കും. അങ്ങനെയല്ല, മ്യൂസിക് കോർണർ ഒക്കെ ഉണ്ട് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതുകൊണ്ടൊരു 0 to 3 years, ബർത്ത് തുടങ്ങി 3 years വരെ കുട്ടിയുടെ മെയിൻ ഇൻട്രസ്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആഫ്റ്റർ 3 years ഓൺലി. കാരണം ആ ടൈമിൽ വേണമെങ്കിൽ അവർ വരയ്ക്കും, അങ്ങനെ പലതും എല്ലാം ചെയ്യും. ബട്ട് ആഫ്റ്റർ 3 years ആകുമ്പോഴാണ് ഇവരുടെ ഇൻട്രസ്റ്റ് ഏതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ടൈമിൽ ഇത് പലതും ചെയ്യും, പലതിലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. കോൺസെൻട്രേഷൻ ലെവൽ കൂടുതലായിരിക്കും. അറ്റൻഷൻ, പവർ ഓഫ് അറ്റൻഷൻ. ഈ പവർ ഓഫ് അറ്റൻഷന്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാനായിട്ട് നമുക്ക് പറ്റും. ബർത്ത് കഴിഞ്ഞ് അതായത് 1 year ആ ഒരു സമയത്ത് കഴിയുമ്പോൾ അറ്റൻഷൻ സീക്കിങ് അതും കുട്ടികളിൽ ഉണ്ടാവും. പലപ്പോഴും കെയർ ഗിയർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അറ്റൻഷൻ സീക്കിങ്, ലൈക്ക് കരഞ്ഞ് ബഹളം വെക്കുക, ഈ വാശി പിടിക്കുക എന്ന് പറയില്ലേ ചില കുട്ടികളെ, ശരിക്കും അവരുടെ ഒരു അറ്റൻഷൻ സീക്കിങ് ആണ്. അവർക്ക് ആ ഒരു വാം കെയർ അവർക്കത് വേണം. ചില കുട്ടികൾ വളരെ സൈലന്റ്, അവർക്ക് അതൊരു പ്രോബ്ലം കാണിക്കാറില്ല. ബട്ട് സംഭവം ഇത് പവർ ഓഫ് അറ്റൻഷനായിട്ട് കണക്റ്റഡ് അല്ല. ബട്ട് ഞാനൊന്ന് പറഞ്ഞതാ കുട്ടികളുടെ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. കോൺസെൻട്രേറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും. പിന്നെ പലതും മനസ്സിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുക. അബ്സോർബൻ മൈൻഡ് ആണല്ലോ, എല്ലാം ഉണ്ട്. അപ്പൊ അവര് പലതും കാണുമ്പോൾ മനസ്സിലുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്യും, കണക്ട് ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്യും. സോ നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഈ ഡെവലപ്മെന്റ് ഓഫ് വിൽ, ആ ഡെവലപ്മെന്റിനെ മറിയ മോണ്ടിസോറി 3 stages ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, 3 അങ്ങനെ തേർഡ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ. ആ ഓരോ സ്റ്റേജിലും ആ ഡെവലപ്മെന്റിന്റെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ കുട്ടികൾ എപ്പോഴും ഒരു കാര്യം തന്നെ പലതവണ ചെയ്യും. നമുക്കറിയാം, ചില ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് അവര് നമ്മളെ വിളിക്കും. നമ്മളെ സംബന്ധിച്ച്, അഡൾട്ടിനെ സംബന്ധിച്ച് അവർ ഓൾറെഡി അതെല്ലാം ഗെയിംസ് എല്ലാം കഴിഞ്ഞ് അതിനെപ്പറ്റി എല്ലാം അറിയാം. അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയ ഒരു ഇതായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ ഭയങ്കരമായിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾക്ക് ബോറടിക്കും. പക്ഷെ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടിയുടെ ലെവലിൽ തന്നെ ചെയ്യുന്ന കുറെ പേരുണ്ട്. ചിലര് പക്ഷെ അത്രയും സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും. എന്നാലും അപ്പൊ റിപ്പീറ്റഡ് വർക്ക് അവരെ ക്രിയേറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകും. അവർ പുതിയ ന്യൂ തിങ്സ് ഡിസ്കവറി ചെയ്യും. ഒരു പീരീഡ് ഓഫ് ടൈമിൽ കുറെ പ്രാവശ്യം അവർ ഒരേ വർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ഇപ്പൊ മോണ്ടിസോറി മെത്തേഡില് ടെസ്റ്റ് പേപ്പർ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെ കുട്ടിയുടെ പ്രോഗ്രസ്, പെർഫോമൻസ് മനസ്സിലാക്കുന്നുള്ളത് ത്രൂ ഒബ്സർവേഷൻ ഓൺലി. ഒരു ആക്ടിവിറ്റി ഒരു കുട്ടി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഏത്
ടൈമിൽ കുട്ടി ആ ഒരു സ്കൂളിൽ വന്ന് എപ്പോഴാണ് ആ ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് കാണിച്ചത് അത് നമുക്ക് നോട്ട് ചെയ്യാം. ആ ഒരു ആക്ടിവിറ്റി എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു അത് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, അതിൽ കൺട്രോൾ ഓഫ് എറർ എത്ര പ്രാവശ്യം ചെയ്തപ്പം ഇങ്ങനെ മിസ്റ്റേക്ക് വന്നു, അത് ശരിയാക്കി കൊണ്ടുവന്നു, അതും നമുക്ക് നോട്ട് ചെയ്യാം. പിന്നെ എത്ര തവണ ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തു അതും നമുക്ക് നോട്ട് ചെയ്യാം. ലീസ്റ്റ് ടൈം എടുത്തത്, ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തത് എപ്പോഴാണ്, കൂടിയ ടൈം എടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ കുട്ടിയുടെ പ്രോഗ്രസ്സിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു വെക്കുമ്പോൾ പലപ്പോഴും കുട്ടിയിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡീഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പാരന്റ്സിനെ ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ പാരന്റ്സ് വീട്ടിലും നമുക്ക് ആക്ടിവിറ്റീസ് കൊടുത്തുവിടാം ആ കുട്ടിയുടെ രീതി അനുസരിച്ച്. അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ മെത്തേഡിലെ പോലെ ഈസി അല്ല എന്ന് പറയാം. ബട്ട് വളരെ ഇമ്പോർട്ടന്റുമാണ് ഈ ഒരു ഇവാലുവേഷൻ. നമ്മളുടെ ഇവാലുവേഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം കുട്ടികളെ നോക്കുമ്പോൾ. ഓക്കെ, അത് നമുക്ക് പറ്റും, തീർച്ചയായിട്ടും നമുക്കത് പറ്റും. പിന്നെ കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെത്താൻ ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോഴേക്കും അവർക്ക് ഒരു കൺട്രോൾ, ഒരു സെൽഫ് കൺട്രോൾ വരും. ദാറ്റ് വിൽ ലീഡ് ടു ഡിസിപ്ലിൻ ഓൾസോ. ഓക്കെ, അത് ഡിസിപ്ലിനിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ 3 സ്റ്റേജസ്, ഓരോ സ്റ്റേജ് ആയിട്ട് ഓരോരുത്തർ വായിച്ചു. ഞാൻ ഇൻട്രോ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഫസ്റ്റ് സ്റ്റേജ് റിപ്പിറ്റേഷൻ. ഇത് പറഞ്ഞു റിപ്പീറ്റഡ് വർക്ക് മേക്സ് ദം മോർ ക്രിയേറ്റീവ് ആൻഡ് ഇന്റലക്ച്വൽ. അതാണ് റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ക്രിയേറ്റീവ് ആകും, ഇന്നോവേറ്റീവ് ആവും, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അത് അവരുടെ ഡെവലപ്മെന്റിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഫസ്റ്റ് സ്റ്റേജ് ആരാ വായിക്കുക? റിപ്പീറ്റേഷൻ. First stage, repetition. The child has a basic inner urge that directs him towards determined activities. He does not consciously direct his will. The child begins repetition of an activity several times without obvious reason to an adult. However, internally, this repetition assists him in his psychic developments. It is important to note that however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interruption by an adult will have a disturbing effect on his psychic development, especially in terms of his self-concept. As the child sustains making his own decisions and movement in the environment, he slowly moves from an unconsciousness stage into consciousness. This is slow process and it develops through his continuous contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to be encouraged. The child's will is gradually developed as he endeavors to adapt to the limits of his chosen task. യെസ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. റിപ്പീറ്റേഷനിൽ കുട്ടി കുറെ കൂടെ ഇന്നോവേറ്റീവ് ആകും, കുറെ കൂടെ ക്രിയേറ്റീവ് ആകും. ഒരു ഇന്നർ അർജ്, ഓരോന്നും ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ, ഒരു ഇൻട്രസ്റ്റ് കുട്ടിയിലുണ്ടാവും. അത് ഡയറക്റ്റ് ചെയ്യുന്നു, ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. സംടൈംസ് ഇത് കോൺഷ്യസ്ലി അല്ല ഈ ഡയറക്റ്റ് എന്ന് വെച്ചാൽ ബോധപൂർവം അല്ല, അല്ലാതെ തന്നെ കുട്ടിയിൽ ഇങ്ങനെ സ്വയം അങ്ങനെ തന്നെത്താനെ ഉണ്ടായി വരുവാണ് ഈ ഓരോ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും സെവറൽ ടൈംസ്. പക്ഷെ അഡൾട്ടിനെ സംബന്ധിച്ച് അവരിങ്ങനെ ഒരു ആക്ടിവിറ്റി സെവറൽ ടൈംസ് ചെയ്യില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ആ എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് കുഞ്ഞുങ്ങളാവുമ്പോൾ ഇവരിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ദ പ്രോസസ് അവരത് എൻജോയ് ചെയ്യുക. റിസൾട്ടിനെ പറ്റി അവരപ്പോൾ അത് ബോദർ ചെയ്യുന്നില്ല. പല പ്രാവശ്യവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് സൈക്കിക് ഡെവലപ്മെന്റ്, ഫിസിക് ആൻഡ് സൈക്കിക്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആ ഒരു വളർച്ച, ഗ്രോത്ത് ആണ്. ഇവിടെ സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റിന് അസിസ്റ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു ആക്ടിവിറ്റീസ് ഇങ്ങനെ കുറെ നേരം ചെയ്യുമ്പോൾ, അല്ലെ?
കുട്ടി ജനിച്ച ഉടനെ നമ്മൾ പറയും കുറേ സമയം ഉറങ്ങണം, എന്നാലാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉറക്കം കുറയും, ഇവരുടെ ആക്ടിവിറ്റീസ് കൂടും. ഒരു പതുക്കെ കൈ കാലൊക്കെ അനക്കാനും അവരുടെ ഓരോരോ ബോഡിയുടെ ഗ്രോത്ത് വ്യത്യാസം അനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് അവരിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വിശപ്പ് അങ്ങനെ ഇതൊക്കെ വരും, വിശപ്പും ദാഹവും ഒക്കെ വരും, ഭക്ഷണമൊക്കെ ഇൻടേക്ക് കൂടും കൂടുതൽ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ആവുമ്പോഴേക്കും. അങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ ഈ അക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ, ആ സെൽഫ് കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ സറൗണ്ടിങ്സ്, നമുക്കറിയാം ഒരു കുട്ടി നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദ്യമൊക്കെ ഒന്ന് വീഴാനായിട്ട് പോകും, പിന്നെ അത് കറക്റ്റ് മീൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സ്ക്യൂം ചെയ്ത് നടന്നാൽ പോലും അതിന് ബോഡിയുടെ ബാലൻസ്, അതിനൊരു കൺട്രോള് സ്വയം കിട്ടും. ആരും ഹെൽപ്പ് ചെയ്തിട്ടല്ല, ആ ഒരു സെൽഫ് കൺട്രോള് വരുവാണ്. അനിമൽ ബേബീസിനെ നമ്മൾ കണ്ടു, അവർക്ക് ജനിച്ച ഉടനെ തന്നെ അത് വരുന്നു. ബട്ട് ഹ്യൂമൻ ബേബീസ് കുറെ കാലം ഡിപ്പെൻഡന്റ് ആണ്, അവർക്ക് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ പലതും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വൺസ് അവര് ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങുമ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും സെൽഫ് കൺട്രോൾ അവര് തന്നെ അക്വയർ ചെയ്യും. ഈ കുട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെ ഇന്ററപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സൈക്കിക് ഡെവലപ്മെന്റിനെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, കുട്ടികൾ എന്തെങ്കിലും കളിക്കുമ്പോഴേക്കും ആരെങ്കിലും ഒന്ന് അത് ഇടപെടാനായിട്ടൊന്നും വേണ്ട തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അവരുടെ സൈക്കിക് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്ലാസ് റൂമുകളിലാണെങ്കിൽ നമുക്ക് കാണാം കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ട്രഡീഷണൽ മെത്തേഡിലാകുമ്പോൾ നമുക്ക് അവിടെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെ. ഒരു കുട്ടി ചിലപ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ടാവും, പക്ഷെ മറ്റൊരു കുട്ടി പെട്ടെന്ന് ചെയ്ത് കഴിയുന്നു കൊടുക്കുന്ന വർക്ക്. അപ്പൊ അവിടെ ടൈം ലിമിറ്റ് ആണ്. പലപ്പോഴും പല കുട്ടികളും വർക്ക് കംപ്ലീറ്റ് ആകാതെ അങ്ങനെ തടസ്സപ്പെട്ടു പോകുന്നു ട്രഡീഷണൽ മെത്തേഡ് സ്കൂളുകളിൽ. പക്ഷെ അതേസമയം മോണ്ടിസോറി സ്കൂളിലാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അവർക്ക് എത്ര ടൈം വേണോ അത് കിട്ടുന്നു. ആ രീതിയിലാണ് അവര് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡിപെൻഡന്റ് ആവുന്നു, ഡിസിഷൻസ് എടുക്കുന്നു, എൻവയോൺമെന്റിലുള്ള മൂവ്മെന്റ്, അങ്ങനെ പല കാര്യങ്ങളിലും കുട്ടിക്ക് ഒരു കൺട്രോൾ കിട്ടുന്നു. അങ്ങനെ ആ ഒരു ഈ റിപ്പിറ്റേഷനിലൂടെ സെൽഫ് കൺട്രോൾ മാത്രമല്ല, പല ഇൻഡിപെൻഡന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അൺകോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് കോൺഷ്യസ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇതൊരു സ്ലോ പ്രോസസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 0 to 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺകോൺഷ്യസ് മൈൻഡ് ആണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഒരു ഇംപ്രഷൻസ് ആയിട്ട് പോകുന്നുണ്ട്, ബട്ട് അത് അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. ആഫ്റ്റർ 3 years ആണ് ഈ കോൺഷ്യസ് മൈൻഡ് വരുന്നത്. എല്ലാപ്പോഴും ഈ മെമ്മറിയിലേക്ക് എല്ലാം രജിസ്റ്റർ ആകുന്നുണ്ട്. അതാണ് സംടൈംസ് ഈ ചെറു പ്രായത്തിൽ കുട്ടികളോട് ഷൗട്ട് ചെയ്യുന്നോ അവർ ചിലപ്പോൾ അടിക്കുവോ എന്തെങ്കിലും അവരുടെ രീതിയിലുള്ള പണിഷ്മെന്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ഭയങ്കര ഒരു ഇംപ്രഷൻ ആയിട്ട് കിടക്കും. ദാറ്റ് മേ ബിക്കം എ ട്രോമ. അത് പിന്നീട് പിൽക്കാലത്തൊരു ട്രോമയാകാനും ചാൻസ് ഉണ്ട്, ഇവന്തോ അത് അൺകോൺഷ്യസ് മൈൻഡിലാണെങ്കിൽ പോലും. അപ്പൊ ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു ടൈം 0 to 3 years ആണെങ്കിലും നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് പോസിറ്റീവ് കാര്യങ്ങളാണ് മെമ്മറിയിൽ രജിസ്റ്റർ ആവുന്നെങ്കിലും ദാറ്റ് വിൽ ലീഡ് ദം ടു ഡെവലപ്മെന്റ്. അവര് പിന്നെ കോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ അൺകോൺഷ്യസിലെ പല മെമ്മറീസും ഇവരെ ഡെവലപ്മെന്റിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ നെയിം എന്നാണ് നമ്മൾ പറയുന്നത് ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു മെമ്മറിക്ക്. അതെല്ലാം വരുന്നുണ്ട്. അത് 0 to 3 years ഇങ്ങനെ എല്ലാ ഇംപ്രഷൻസും ഓർമ്മയിലൊന്നുമില്ല, ബട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, മീൻസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നീടുള്ള അവരുടെ ഡെവലപ്മെന്റ്. അങ്ങനെ കുട്ടികളെ ഈ ഒരു സ്റ്റേജില് ത്രൂ റിപ്പിറ്റേഷൻ ത്രൂ വർക്ക് അവർ പല ഇന്നോവേറ്റീവ് ഐഡിയാസ് അവർക്ക് വരുന്നു, ക്രിയേറ്റിവിറ്റി കൂടുന്നു, സെൽഫ് കൺട്രോൾ കൂടുന്നു, അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു, അവരുടെ മെമ്മറി നല്ല രീതിയിൽ മെമ്മറിയിലുള്ള പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നു. അൺകോൺഷ്യസ് ചെയ്യുന്ന കോൺഷ്യസ് ലെവലിലേക്ക് വരുമ്പോൾ പലതും യൂസ് ചെയ്ത് അത് ഡെവലപ്മെന്റിന് സഹായിക്കും. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിപ്പിറ്റേഷൻ ത്രൂ വർക്ക് അവർക്ക് സെൽഫ് കൺട്രോൾ വരുന്നു, ദാറ്റ് വിൽ ലീഡ് ടു ഡിസിപ്ലിൻ. അതാണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്, സെക്കൻഡ് സ്റ്റേജ്, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. യെസ് പ്ലീസ്. പ്ലീസ് സെക്കൻഡും തേർഡ് രണ്ടുപേരും വായിച്ചു. Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into
goes into second stage in the development of the will, that is self-discipline as a way of life. In the stage, the child makes his own decision in his activity and obtains the responsibility as he makes conscious, creative as of his capacities and understanding the responsibility. This ideas him to self-knowledge and self-possessions. For example, in a simple pouring exercise, he pours all the beans into a jug knowing that he should not spill any beans in the tray and yet accepting the result with responsibility by picking the spilled beans into the jug and putting it back on the shelves before going to another activity. Yes. സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞു റെപ്യൂട്ടേഷനിൽ പല കാര്യങ്ങളും തന്നെത്താനെ ചെയ്യുന്നു. സോ ഇൻഡിപെൻഡൻസ്, അവിടെ നമ്മൾ അവരെ തടസ്സപ്പെടുത്തരുതെന്ന് പറയും. അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു, കൺട്രോൾ ഓഫ് പവർ, സെൽഫ് കൺട്രോൾ കിട്ടുന്നു ഈ ഓരോ വർക്കിലൂടെ. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ത്രൂ ആ ഫസ്റ്റ് സ്റ്റേജിലെ ഡെവലപ്മെന്റിലൂടെ കുട്ടി എത്തുന്നത് സെൽഫ് ഡിസിപ്ലിനിലേക്കാണ്. സെൽഫ് ഡിസിപ്ലിൻ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ അത് ചെയ്യണം, ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ കിട്ടുന്നു. അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റില് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞ സെഷൻ ഉണ്ട്. നമ്മൾക്കും ഉണ്ട്, നമ്മളുടെ വീട്ടിലും ഉണ്ട് ആ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. എവിടെയാണ് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? രാവിലെ എണീറ്റ് തുടങ്ങി രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എവിടെയാണ്? കിച്ചണില്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പ്രാക്ടീസ്, നമ്മളുടെ കുക്കിംഗ് ലാബ് എന്ന് തന്നെ പറയാം. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത്, വീട്ടിലെ പ്രാക്ടിക്കൽ ഏരിയ കിച്ചൺ. മോണ്ടിസോറി എൻവയോൺമെന്റിലും കിച്ചൺ തന്നെയാണ് പ്രാക്ടിക്കൽ ഏരിയക്കുള്ളത്. അവിടെ കുട്ടികളെ പോറിംഗ് പഠിപ്പിക്കും. ഒരു ജഗ്ഗില് വാട്ടർ ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ ഉപ്പിനകത്തൊരു ബീൻസിന്റെ എക്സാമ്പിളാണ് പറയുന്നത്. നമ്മള് പൾസസ്, പരിപ്പ്, പയറെല്ലാം നമ്മൾ കണ്ടെയ്നറിലൊക്കെ നമ്മൾ സൂക്ഷിക്കില്ലേ? നമുക്ക് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കാം. അപ്പൊ ഇത് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ തന്നെ പലപ്പോഴും ചെയ്യുമ്പോൾ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട്, കാരണം താഴേക്ക് പോകാതെ ഈ പേപ്പറിൽ വീഴുന്ന രീതിയിൽ മൊറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പലതും ഫില്ല് ചെയ്ത്. കുഞ്ഞുങ്ങൾക്കും ആ ഒരു ഐഡിയ കൊടുക്കുക, അവരെ കൊണ്ട് ഈ ഒരു പോറിംഗ് എക്സസൈസ് ചെയ്യിക്കാം. ബീൻസ് ഒരു കണ്ടെയ്നറിൽ നിന്ന് വേറൊരു കണ്ടെയ്നറിലേക്ക് ഇടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കറിയാം താഴെ പോകാതെ ഇത് ചെയ്യണം. പക്ഷെ അവരുടെ കുഞ്ഞു കൈയല്ലേ, പലപ്പോഴും ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ താഴെ പോകും. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇതിന് വേണ്ടിയിട്ടുള്ളത് മാറ്റുകളാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള മാറ്റ്, ചെറിയ ചെറിയ മാറ്റുകൾ നിറയെ ഉണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ഈ മാറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് വെക്കാം. അല്ലെങ്കിൽ അവിടെ ട്രേ നിറയെ ഉണ്ടാകും, നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രേ ഉണ്ടാവും. ആ ട്രേയില് കണ്ടെയ്നർ വെച്ചിട്ട് പൾസസ് അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ളത് സ്റ്റോർ ചെയ്യാം. അപ്പോ ഈ ട്രേയിലേക്കായിരിക്കും ഒന്നോ രണ്ടോ, ഇപ്പൊ കടല നിറക്കുവാന്ന് വിചാരിച്ചു, കടലയൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ട്രേയിലേക്ക് വീഴും. അപ്പൊ നിലത്ത് പോയിട്ടില്ല, നിലത്ത് പോയാൽ അത് മോശമാണ്, കളയേണ്ടി വരും. അപ്പൊ നമുക്ക് കളയാതെ വീണ്ടും അത് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ മാറ്റിലോ ട്രേയിലോ വെച്ച് ചെയ്യിക്കണം. ഒന്നോ രണ്ടോ താഴെ പോകുന്നത് തിരിച്ച് ആ കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കണം എന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ സ്പിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് അതിലേക്ക് എടുത്തു വെക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ, അവർ ഭയങ്കര ശ്രദ്ധിച്ചായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നാച്ചുറലി നമുക്ക് തോന്നുന്ന ഒരു ഡൗട്ട്, ഇപ്പം ബീൻസ് അങ്ങനത്തെ പൾസസ്, സിറൈൽസ് അങ്ങനത്തെ പരിപ്പ് പയറ് സാധനങ്ങളൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല, നമുക്ക് പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷെ വെള്ളമാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ? കാരണം വെള്ളം ഒരു ജഗ്ഗിലേക്ക് നിറയ്ക്കാനോ അല്ലെങ്കിൽ ബോട്ടിലേക്ക് നിറയ്ക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. നമ്മൾക്കും അറിയാം, നമ്മളും നിറയ്ക്കുമ്പോൾ കുറെയൊക്കെ സ്പില്ല് ചെയ്ത് പോകും. അപ്പൊ അതിന് നമുക്ക് അവർക്ക് ഫണൽ കൊടുക്കാം. ചെറിയ ഫണൽ കൊടുത്ത് അതിൽ ചെയ്യുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് കൂടും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സാധനം വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് നീറ്റ് ആയിട്ടുള്ള ഒരു ഫണലൊക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓയിൽ ഫില്ല് ചെയ്യാനായിട്ടും അതെല്ലാം നമുക്ക് ചെയ്യിക്കാം. അപ്പൊ കുട്ടി കോൺഫിഡന്റ് ആവും, ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാനും അറിയും, കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് വന്നത്, ആ ഒരു ഡിസിപ്ലിൻ. ആ ഒരു സെക്കൻഡ് സ്റ്റേജില് എന്റെ കുഞ്ഞിന് ഇതുപോലെ ഇങ്ങനെ അവര് ഒരു അറ്റൻഷനും അതുപോലെ ഇങ്ങനെ ചുമ്മാ ഒതുങ്ങിയിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ മാം പറഞ്ഞിരുന്നത് ഒരു ചെറിയൊരു നൂല് കൊടുക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ മുത്തുമണികളില്ലേ, അതിങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കോർത്ത് വെക്കാൻ പറയും. അപ്പൊ കുഞ്ഞെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് ഇരിക്കും. അവന് കുറച്ച് അറ്റൻഷൻ കുറവായിരുന്നു, കുറച്ച് ഓടി നടക്കുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പൊ മാം ഇങ്ങനെ പറയുമായിരുന്നു,
കുഞ്ഞിന് ഒരു നൂല് കൈ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, അവനൊരു കോൺസെൻട്രേഷനും കിട്ടും, അവരുടെ കാര്യങ്ങൾ അവരൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുത്തുമാല ഒരു മുത്ത് കോർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ. ആ ഒരെണ്ണം കോർത്തു, എന്നിട്ട് അങ്ങനെ അടുത്തത് അങ്ങനെ അങ്ങനെ അവര് എത്ര മുത്ത് കോർക്കാൻ പറ്റുന്നുണ്ട്, അവര് എത്ര നേരം ഇരിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുമായിരുന്നു. യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അതൊക്കെ ചെയ്യാം. സൂചി നൂലും കോർക്കാനും ഇതുപോലെ മുത്ത് കോർക്കുന്നതും കൗണ്ടിങ്ങും പഠിപ്പിക്കാം അല്ലെ, മുത്ത് കോർക്കുന്നതിന്റെ ഒപ്പം തന്നെ അതും ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത്ര നമ്പർ, ആ നമ്പർ പറയാ, 5 നമ്പേഴ്സ് എന്ന് പറയുമ്പോ 5 അത്രയും ബീഡ്സ് തന്നെ കുട്ടിയെടുത്ത് ചെയ്യാനുള്ളതും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യിക്കാം. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് അതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊണ്ടുവരണോ, കളർ മനസ്സിലാക്കാൻ പറ്റും അല്ലെ, നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആണെങ്കിൽ അങ്ങനെ കളറ്. അപ്പൊ അങ്ങനെ എല്ലാ സെൻസസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരും. കുഞ്ഞു വിരലുകൊണ്ടായിരിക്കും മുത്തൊക്കെ എടുക്കുന്നതിൽ, അപ്പൊ അവരുടെ ആ ഫൈൻ മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ കയ്യിലെ കുഞ്ഞു മസിൽസ് എല്ലാം നല്ലപോലെ ഡെവലപ്പ് ആകും. അപ്പൊ അവർക്ക് പെൻസിൽ പിടിക്കാനും ഒക്കെ എഴുതാനും ഒക്കെ കുറച്ചുകൂടെ ഈസി ആവും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മുടെ തേർഡ് സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്, ഒബീഡിയൻസ്. നമ്മൾ അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലേ, വീടുകളിലും സ്കൂളുകളിലും. വടി വെച്ച് പേടിപ്പിക്കുക, കണ്ണുരുട്ടുക, ഷൗട്ട് ചെയ്യുക, വടി ഡെസ്കിൽ അടിച്ച് ശബ്ദം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് സ്കൂളിലൊക്കെ ഒരു രീതി. ഒബീഡിയൻസ്, അച്ചടക്കം പഠിപ്പിക്കുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നത് ആ രീതിയിൽ അല്ല കുട്ടികളിൽ ഒബീഡിയൻസ് വരുന്നത്. അത് നാച്ചുറലി അവരിൽ ഫോം ചെയ്യണം എന്നാ പറയുന്നത്. സ്പോണ്ടേനിയസ്ലി ആയിട്ട്, അൺഎക്സ്പെക്ടഡ്ലി, നമ്മൾ വിചാരിച്ചിരിക്കാത്ത തന്നെ പെട്ടെന്ന് അവരിലേക്ക് ഇത് വരുവാണ്. അതാണ് തേർഡ് സ്റ്റേജ്. ആരാ വായിക്കുക? ചെറിയ 2 പാരഗ്രാഫുകൾ. യെസ്. After achieving self-discipline, the child moves to the third stage in the development of will. That is the power of to obey. Again, it is a slow process and show itself spontaneously and unexpectedly at the end of a long process of maturation. This is now controlled intelligent obedience. The child enjoyed turning his power of obedience towards serving someone else. Children learn best an environment that connects freedom with self-discipline. True freedom cannot exist without self-discipline and the development of skills for independent thought and action. തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ് അല്ലെ. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിയുമ്പോഴേക്കും കുട്ടികൾ തേർഡ് സ്റ്റേജിലേക്ക് വരുവാണ്. ഡെവലപ്മെന്റ് ഓഫ് വില്ലിലെ തേർഡ് സ്റ്റേജ്, ദ പവർ ടു ഒബൈ, അനുസരിക്കാനുള്ളത്. അതൊരു സ്ലോ പ്രോസസ്സാണ്. പെട്ടെന്ന് ഇവർക്ക് ഈ ഒബീഡിയൻസ് ഒന്നും വരണമെന്നില്ല. അതൊരു സ്ലോ പ്രോസസ് ആണ്. സ്പോണ്ടേനിയസ് ആയിട്ടും അൺഎക്സ്പെക്ടഡ്ലി ആ ഒരു മെച്ചുറേഷൻ എന്നുള്ള ലോങ് പ്രോസസ്സിന്റെ ലാസ്റ്റ് വരുന്ന ഒരു ഫേസ് ആണ് ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾക്ക് കാണാം, നമ്മള് ചില കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ കുട്ടികൾ എന്നല്ല വലിയ ആൾക്കാര് നോന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ പിന്നെ അത് ചെയ്തിട്ടേ കാര്യമുള്ളൂ, ആ ഒരു തോട്ട് എല്ലാ മനുഷ്യരിലും പലപ്പോഴും വരാറുണ്ട്. ബട്ട് ത്രൂ സം ആക്ടിവിറ്റീസ് നമ്മളുടെ പെരുമാറ്റം, ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഒരു സ്കൂളിലെ ഒരു കുട്ടീനെ ഡീൽ ചെയ്ത കാര്യം പറഞ്ഞിരുന്നല്ലോ. ഒറ്റ ടീച്ചർ പറഞ്ഞാലും അത് കേൾക്കില്ല, ഒന്നും ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവന്റെ രീതിയിൽ ചെന്ന് അവനോട് ഇങ്ങനെ പഠിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ത്രൂ അവന് ഇഷ്ടപ്പെട്ട ഗെയിംസ് മനസ്സിലാക്കി, ത്രൂ ദാറ്റ് ഗെയിംസ് അവനെ പതുക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യിച്ചു. അപ്പൊ അവിടെ അവൻ്റെ അത് പതുക്കെ ആ ഒരു പ്രോസസ് അങ്ങനെ വന്നു. ആ ഒബീഡിയൻസ് എന്നുള്ളത്, ഡിസിപ്ലിൻ അവനിൽ വരാനായിട്ട് കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കേണ്ടതായിട്ട് വന്നു. ബട്ട് പിന്നെ അവൻ അനുസരിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ഒബീഡിയന്റ് ആയി, എല്ലാം പറയുന്നത് കേൾക്കും, ക്ലാസ്സിലിരുന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യും, അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി. സോ അങ്ങനെ വരുന്ന ഒരു സ്ലോ പ്രോസസ് ആണ് ഈ ഒബീഡിയൻസ് പറയുന്നത്. അപ്പൊ ഈ കുട്ടികളെ ഓരോന്നും പഠിക്കുന്നത് ഇങ്ങനെ ഒരു എൻവയോൺമെന്റിലാണ്. നമുക്ക് ഫ്രീഡവും സെൽഫ് ഡിസിപ്ലിനും, അവർക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു, അവരെല്ലാം സെൽഫ് ഡിസിപ്ലിൻ വരുന്നു. അത് ഒബീഡിയൻസിലേക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് ചെല്ലും. ഫ്രീഡം ഇല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഡിസിപ്ലിനും ഡെവലപ്മെന്റ് സ്കിൽസും ഇൻഡിപെൻഡന്റ് ഒന്നും നടക്കില്ല. അപ്പൊ ആ ഒരു ഫ്രീഡം കൊടുത്തത് കൊണ്ടാണ് ആ ഒരു സെൽഫ് ഡിസിപ്ലിനിലേക്കും ഇൻഡിപെൻഡൻസിലേക്കും കുട്ടികൾ പോകുന്നത്. ഓൾമോസ്റ്റ് ഈ 3 സ്റ്റേജസ് ഇതായിരുന്നു. നമ്മൾ ഫസ്റ്റ് റെപ്പിറ്റേഷൻ ആണ് പറഞ്ഞത്. റിപ്പീറ്റഡ് ആക്ടിവിറ്റി മേക്ക് ദം
മോർ ഇൻഡിപെൻഡന്റ്. അത് കഴിഞ്ഞപ്പോൾ അത് അവര് സെൽഫ് ഡിസിപ്ലിനിലേക്ക് വന്നു. സെൽഫ് ഡിസിപ്ലിൻ കഴിഞ്ഞപ്പോൾ തേർഡ് സ്റ്റേജ് ആയ ഒബീഡിയൻസിലേക്ക് വന്നു. ദേ നോ ഹൗ ടു ഒബേ, ആ ഒരു രീതിയിലേക്ക്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. സോ ബിഫോർ ദാറ്റ് ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങളായില്ലേ. അപ്പൊ നിങ്ങൾക്ക് സർവേ ചെയ്യാനുണ്ട്. നമ്മളിപ്പോ തേർഡ് മോഡ്യൂൾ ആണ് എടുക്കുന്നത്, പാർട്ട് 3. പാർട്ട് 4 നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ലേ? സ്കൂൾ മാനേജ്മെന്റ് യെസ് മാം, തുടങ്ങി. എവിടം വരെയായി? എവിടെ വരെയായി പാർട്ട് 4? ഓക്കെ, നമുക്ക് പാർട്ട് 3 ആണ് കുറച്ചധികം കണ്ടന്റ്സ് ഉള്ളത്. കാരണം അതിൽ മുഴുവനും മോണ്ടിസോറി മെത്തേഡിന്റെ ഡിസൈനും മോണ്ടിസോറി മെത്തേഡ് എന്താണ്, എങ്ങനെയാണ് ആ ഒരു എൻവയോൺമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു പാർട്ട്, അതായത് പാർട്ട് 3 കഴിയാൻ കുറച്ച് ടൈം എടുക്കും. പാർട്ട് 3 തന്നെ ഈ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് 7 ഉണ്ട്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ആ ടോപ്പിക് അതൊരു വാസ്റ്റ് ആണ്. അത് കഴിയാൻ കുറച്ചധികം ടൈം എടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, മോഡ്യൂൾ 1 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും, ഒരു ടേം എക്സാം പോലെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 100 മാർക്സിന്റെ. MCQ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാറില്ലേ നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ, അതുപോലെ തന്നെ MCQ. ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇപ്പോഴേ ഒന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ബാച്ചിന് കുറച്ച് പ്രശ്നങ്ങൾ പറ്റി ആ ഒരു എക്സാം ടൈമില്. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം, അല്ലെ? റിപ്പീറ്റ് ചെയ്തും സബ്മിറ്റ് ചെയ്യാം, പ്രാക്ടീസ് ഇപ്പം തെറ്റിപ്പോയി അപ്പൊ വീണ്ടും ഒന്നുകൂടെ ചെയ്യാം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഒരു സൗകര്യമാണ്. ബട്ട് റിട്ടേൺ എക്സാം വരുമ്പോ അത് ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. നിങ്ങൾക്ക് 1.25 മണിക്കൂർ ഉണ്ടാകും. അതായത് ഇപ്പോ 1 അവറും ഒരു 15 മിനിറ്റ്സ് എക്സ്ട്രാ ഉണ്ടാകും. കാരണം റേഞ്ച് ഇഷ്യൂ, നെറ്റ്വർക്ക് പ്രോബ്ലം അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലോ ഗ്രൂപ്പോ എന്തോ ഉണ്ടല്ലോ, അവിടെ ലിങ്ക് വരും. ഈ ലിങ്ക് വന്നു കഴിഞ്ഞാൽ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഗൂഗിൾ മീറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാകും എക്സാമിന്റെ. ഒന്ന് എക്സാം ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക്, ഗൂഗിൾ ലിങ്ക്. മറ്റേത് ഗൂഗിൾ മീറ്റിൽ കയറാനുള്ള ലിങ്ക്. അപ്പൊ ഗൂഗിൾ മീറ്റിൽ കയറി ആ ടൈമിൽ പറയുന്ന ടൈമിൽ തന്നെ ഗൂഗിൾ മീറ്റിൽ കയറി വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ മറ്റേ ഗൂഗിൾ ലിങ്ക്, മറ്റേ MCQ ലിങ്ക് വരുന്ന പോലെ തന്നെ ആ ലിങ്ക് എക്സാം എഴുതുന്നത്. നമ്മളുടെ പ്രീവിയസ് ബാച്ചുകാര് അവരാ MCQ എഴുതുന്ന പോലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് പരീക്ഷ എഴുതി ഗൂഗിൾ മീറ്റിൽ കയറിയിട്ട് വീഡിയോ ഓൺ ചെയ്യാൻ അവർ വിട്ടുപോയി. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ അത് ഇതാകരുത്. അപ്പൊ കുറെ പേർക്ക് സബ്മിഷന്റെ പ്രശ്നങ്ങൾ വന്നു. ആ 1 അവർ 15 മിനിറ്റ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. എല്ലാരും ആ 15 ചിലര് മറന്നുപോയിട്ട് പിന്നെ ഗൂഗിൾ മീറ്റിൽ കയറിയിട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ നോക്കി. അങ്ങനെയൊക്കെ വന്നപ്പോ അവരുടെ ഒന്നും റിസൾട്ട് ഔട്ട് ആയില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലിങ്കിൽ കയറി കഴിഞ്ഞാല് അതിൽ ടൈമർ ഉണ്ടാവുമോ? ടൈമർ ഇല്ല, പക്ഷെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്. ടൈമർ ഇല്ല എന്നാണ് എന്റെ ഒരു ധാരണ. ആ ഒരു ടൈം കഴിയുമ്പോഴേക്കും അതങ്ങ് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. ഈ മൊഡ്യൂള് 1 ഫുള്ളും ഒറ്റ ദിവസം തന്നെ ആയിരിക്കോ ടെസ്റ്റ് തന്നെ? അതെ, ഇപ്പൊ ഇതുവരെയുള്ള അതനുസരിച്ച് ഒറ്റ ദിവസമായിരിക്കും. നമ്മളതില് ഡിസ്കഷൻസ് ആണ് എങ്ങനെ അത് ഇനി ഫൈനൽ എക്സാം ഒക്കെ എങ്ങനെ വേണം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തിലെ കുറെ പ്രശ്നങ്ങൾ, കുറെ പേരുടെ റിസൾട്ട് ഔട്ടായില്ല, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് എന്നായിട്ടാ നമുക്ക് മോഡ്യൂൾ 1 കഴിയണം. നിങ്ങൾക്ക് സ്റ്റഡി ലീവും തരും, ഒരു 1 വീക്ക് എങ്കിലും തരും സ്റ്റഡി ലീവ്. അപ്പം അത് ഞാൻ പറഞ്ഞു, പാർട്ട് 4 എവിടം വരെ ആയി എന്ന് ചോദിച്ചത് അതാണ്. കാരണം പാർട്ട് 4 പെട്ടെന്ന് കഴിയും. പാർട്ട് 3 ആണ് നിറയെ കണ്ടന്റ് ഉള്ളത്. പാർട്ട് 1 എന്തോ മോഡൽ എക്സാമിന് ഞങ്ങൾക്ക് വൈവ് ഉണ്ടോ? മോഡൽ എക്സാം അല്ല, ഇത് ടേം എക്സാം ആണ്. ഇതിന് വൈവില്ല. ഫൈനൽ എക്സാമിന് മാത്രമേ വൈവുള്ളൂ. ഫൈനൽ എക്സാം കഴിഞ്ഞ് വൈവ പലർക്കും പല ദിവസമായിരിക്കുമല്ലോ. മാം, ഇതിൽ ടേം എക്സാം എത്ര എണ്ണം വരും? ഓരോ മോഡ്യൂള് കഴിയുമ്പോഴാണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ ചിലപ്പോ കാണില്ല. ഇംഗ്ലീഷിന്റെ മെയിൻ എക്സാമിന്റെ ഒപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷ് ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് മാത്രമാണ് ഇംഗ്ലീഷിന്റെ ആ ഒരു മോഡ്യൂൾ വരുന്നത്. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണല്ലോ. പിന്നെ മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ് ആണ്. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ് ആയതുകൊണ്ട്
കാണില്ല. അതിന് കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ്. റെക്കോർഡ് റൈറ്റിങ്ങും ആക്ടിവിറ്റീസും ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അതിൽ തിയറി കുറവാണ്. പിന്നെ മാം അതുപോലെ തന്നെ ഞങ്ങൾ ടെസ്റ്റ് പേപ്പറിൽ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്താൽ മതിയോ? അതോ ഏത് ടെസ്റ്റ് പേപ്പറില് ഞങ്ങക്ക് ചാപ്റ്റർ കഴിഞ്ഞ് ക്ലാസ് ടെസ്റ്റ് ഇടാറില്ലേ? ആ. ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്താൽ മതിയാവോ? അത് തന്നെ വരണമെന്നില്ല കേട്ടോ. മാം, ഈ 100 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എല്ലാ സബ്ജക്റ്റും കൂടെ 4 പാർട്ടൊന്നും കൂടെ 100 എന്നാണോ, അതല്ല ഓരോ പാർട്ടും 100 ഈച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും? 4 പാർട്ടും കൂടെ 100. ആ മോഡ്യൂൾ മുഴുവനും അങ്ങനെയൊക്കെ നോക്കി വരുമ്പോ ഓരോ യൂണിറ്റിന് ചിലപ്പോ ചില യൂണിറ്റിന് 1 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലതിന് 3. ഡിപ്പെൻസ് കണ്ടന്റ്സ് അനുസരിച്ച്, കണ്ടന്റ്സും അതിന്റെ ഇമ്പോർട്ടൻസും അനുസരിച്ചായിരിക്കും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പൊ മാം, ഈ ഫൈനൽ എക്സാം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ തന്നെ MCQ ടൈപ്പ് തന്നെ ആയിരിക്കോ വിത്ത് വൈവ ആ രീതിയിലായിരിക്കോ ഫൈനൽ എക്സാം ഉണ്ടാവുക? ഫൈനൽ എക്സാമും MCQ ടൈപ്പ് ആയിരിക്കും. ആകെ ഒരു ഡിഫറൻസ് വരുന്നത് MCQ ആയിരിക്കും. പിന്നെ ഫൈനൽ എക്സാം സബ്ജക്ട് വൈസ് ആക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ എന്തായാലും ഇൻഫോം ചെയ്യും. അതൊന്ന് കൺഫേം ചെയ്യണം. മോസ്റ്റ് പ്രോബബ്ലി ഈ വീക്ക് തന്നെ ഞാനൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അതൊന്ന് സംസാരിക്കുന്നുണ്ട്. മാമും എന്നോട് പറഞ്ഞു അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരുമിച്ചാക്കുന്നതിലും സബ്ജക്ട് വൈസ് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പല ദിവസങ്ങളായിട്ട് എക്സാമേ. അതാ നല്ലത്. എല്ലാം കൂടെ ഒന്നിച്ച് പഠിച്ചാൽ അതെ പ്രശ്നമാവും. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. അത് ഞാനിങ്ങനെ അതിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ആക്കാനായിട്ട് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും MCQ മാത്രം പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ വരരുത് കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മള് ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നിങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നില്ലേ? അതെല്ലാം എന്റെ മനസ്സിലുണ്ട്. ഞാൻ അതെല്ലാം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇടാറ്. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ ആലോചിക്കുക. വൺസ് ഒരു ബാച്ചിന് കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നതായിരുന്നു. ഓറൽ പോളിയോ വാക്സിൻ OPV 0 ഡോസ് ഈസ് ഗിവൺ അറ്റ് ദ ഏജ് ഓഫ് ഡാഷ്. അറിയാലോ എപ്പോഴാ ഫസ്റ്റ് 0 ഡോസ് കൊടുക്കുന്നത്? എപ്പോഴാ ഓറൽ പോളിയോ വാക്സിന്റെ? 0 ഇയേഴ്സ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 9 months, 4 weeks, 6 weeks, 0 years. ജനിച്ച ഉടനെ തന്നെ ആ ഒരു ഇത് കൊടുക്കുന്നുണ്ട് അല്ലെ, 0 ഡോസ്. പിന്നെ ഒരു മെന്റലി ഹെൽത്തി ടീച്ചർ, ആ ടീച്ചറുടെ പ്രൊഫഷണൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ എന്നുള്ള രീതിയാണ്. ദ പ്രൊഫഷണൽ ട്രേറ്റ്സ് ഓഫ് എ മെന്റലി ഹെൽത്ത് ടീച്ചർ. അത് ഓപ്ഷൻസ്: ആക്സെപ്റ്റൻസ്, അണ്ടർസ്റ്റാൻഡിങ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഓൾ ഓഫ് ദിസ്. യെസ്, ഓൾ ഓഫ് ദീസ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ? നമ്മളുടെ PDF ഏതെങ്കിലും ലൈൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക. പിന്നെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി വിൽ ഇംപ്രൂവ് വൺസ് ഡാഷ് ഓഫ് ലൈഫ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, അത് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും എക്സസൈസസ്, വിൽ ഇംപ്രൂവ് വൺസ് ഡാഷ് ഓഫ് ലൈഫ്, സ്റ്റൈൽ ഓഫ് ലൈഫ്, quantity of life, quality of life, status of life. Style, quantity, yes, quality of life. ഇതൊന്നും നമ്മളുടെ PDF ഉള്ളതല്ല. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യോ മിസ് PDF ഇല്ലാത്ത പരീക്ഷ കിട്ടുമെന്ന്? ഇങ്ങനെ ഇങ്ങനെ എക്സാം എഴുതിയാലേ വരുമ്പോ നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മാം തന്നൊരു ക്വസ്റ്റ്യൻസിൽ ഒരു ആൻസർ തെറ്റാണ്, പക്ഷെ അത് എല്ലാം കൊണ്ട് നോക്കുമ്പോ ശരിയായിരുന്നു. ഒരു ബെഡ്റൂം ക്വസ്റ്റ്യൻസ് ആൻസർ അത് അപർണ മിസ്സിന്റേതായിരുന്നു. ഗുഡ് മാനേഴ്സ് എന്ന് പറഞ്ഞ പാഠത്തില് ഒരു ആൻസർ കൊടുത്തത് തെറ്റായിരുന്നു. പ്രശ്നം എന്താ വെച്ചാൽ ഏതൊക്കെ ടീച്ചേഴ്സ് ഏതൊക്കെ സബ്ജക്റ്റാ എടുക്കണം എന്നുള്ളത് ഒരു സബ്ജക്റ്റിന്റെയും പേരറിയാത്തോണ്ട്
ഒക്കപ്പാടെ മൊത്തത്തിൽ ടോട്ടൽ കൺഫ്യൂഷൻ ആണ് മാം. ആണോ? ഒന്നും കാര്യം ചെയ്യാം, നമ്മൾ അത് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ലിസ്റ്റ് തന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായിരിക്കും Yes, നല്ലത്. ma'am. കാരണം ഞാൻ Yes, ma'am. മാക്സിമം എനിക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റാറുണ്ട്, എന്നാലും ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് തെറ്റ് വരാതെ. ഓക്കെ, നമുക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോഴും അവിടുത്തെ ടീച്ചേഴ്സ് ചോദിക്കണേ നിങ്ങൾക്ക് എത്ര സബ്ജക്ട് ഉണ്ട്, സബ്ജക്റ്റിന്റെ പേരുകൾ പറയാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മൊഡ്യൂളുകളായിട്ടാണ്, യൂണിറ്റ് ആയിട്ടാണ് തിരിച്ചേണേ എന്നൊരു നല്ല സബ്ജക്ട് ഉണ്ടാവും. സബ്ജക്ട് ഏതാ എന്ന് എന്റെ അടുത്ത് ഒരുപാട് നേരം ചോദിച്ചു. അപ്പോഴും ഞാൻ പറയണത് മൊഡ്യൂളുകളായിട്ടാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. ഓക്കെ. അത് ഇനി അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നമുക്കത് സബ്ജക്ട് വൈസ് ആക്കാം. അപ്പൊ ഞാനത് എന്തായാലും ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൺസേൺ അതല്ലേ, നമുക്ക് പാർട്ട് 1 ഒറ്റ സബ്ജക്ട് അതുപോലെ സബ്ജക്ട് തരാമോ മാം? ഏതാ നമുക്ക് ടേം ടെസ്റ്റ് വന്നതെന്ന് പറഞ്ഞല്ലോ മാം, അത് നമുക്ക് സബ്ജക്ട് വൈസ് ആക്കി തരാമോ? അയ്യോ, അതിപ്പോ ഇപ്പൊ 2 ബാച്ചിനും ഒറ്റ ടെസ്റ്റ് ആയിട്ടാണ് നടത്തിയത്. ഞാൻ എന്തായാലും ഒന്ന് ഈ ആഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോ ഒന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഓക്കെ മാം. മാം ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി വിൽ ഇംപ്രൂവ്, ആൻസർ എന്തോന്നായിരുന്നു? ക്വാളിറ്റി ഓപ്ഷൻസ് ഇതായിരുന്നു. സ്റ്റൈൽ, ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം ജീവിച്ചിരിക്കുന്നതാണോ, ജീവിക്കുന്ന വർഷങ്ങളുടെ എണ്ണം കൂടുന്നതാണോ നല്ലത്, അതോ നമ്മളുടെ അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ ജീവിക്കുന്നതാണോ നല്ലത്? ക്വാളിറ്റി ഓഫ് ലൈഫ്, അതാണ്. പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പിന്നെ വന്നിട്ട് ലാസ്റ്റ് ഞാൻ എല്ലാ ബാച്ചിനും കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടാട്ടോ കൊടുക്കുന്നത്. മറിയ മോണ്ടിസോറിയുടെ ഒത്തിരി കോട്ട്സ് ഉണ്ട് അബൌട്ട് ചൈൽഡ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റി അവരുടെ കുറെ കോട്ട്സ് ഉണ്ട്. അവരുടെ പല അബ്സോർബൻ മൈൻഡിനെ കുറിച്ച് കോട്ടുണ്ട്, സെൻസിറ്റീവ് പീരിയഡിനെ കുറിച്ച് കോട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇട്ടത് കംപ്ലീറ്റ് ദ ഫേമസ് മോണ്ടിസോറി കോട്ട് ബൈ യുവർ ഓൺ. എ ചൈൽഡ് നീഡ്സ് dash within limits. Dependency, help, freedom, support. Teacher, once more. A child, complete the famous Montessori quote by your own. Montessori ഒരു quote നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. A child needs dash within limits. ഒരു കുട്ടിക്ക് വേണ്ടുന്ന എന്താണ്? Within limits ഒരു കുട്ടിക്ക് വേണ്ടുന്ന കാര്യം. യെസ്, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ വരുന്നില്ലേ, ഫ്രീഡം കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത്. അത് പിന്നെ നിങ്ങൾക്ക് എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല, അഡാപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവുക, അതാണ് അഡാപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൊസൈറ്റിയുടെ നീഡ്സിന്, സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ബട്ട് ഞാനത് എടുത്തപ്പോൾ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, ആരോ സംശയവും ചോദിച്ചിരുന്നു, നമ്മൾ കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ശരിക്കും പറയാൻ വരുന്നത്. ഞാൻ എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ഞാൻ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അഡാപ്ഷൻ പൊരുത്തപ്പെട്ടു പോവാന്നാട്ടോ. ഓഫ് ആൻ ഇൻഡിവിജ്വൽ മീൻസ് first option compromise, second option adjustment with dislike, third option adjustment with like. All of these. Compromise. Adjustment with like ആണോ? Yes, adjustment with like. നമ്മളുടെ ഇഷ്ടത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളെ നിർബന്ധിച്ച് പലതിനും സമ്മതിപ്പിക്കുന്ന അതല്ല. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക് ഇതൊന്നും നമ്മൾക്ക് നമ്മളുടെ ടെക്സ്റ്റിലൊന്നും കാണില്ല, ബട്ട് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ക്ലാസ്സിൽ പറഞ്ഞ കാര്യത്തെ പറ്റി എനിക്ക് ധാരണയുണ്ടായിരുന്നു. കുട്ടികളെല്ലാം പറഞ്ഞ ഭയങ്കര ടഫായിരുന്നു എന്ന് വെച്ചാൽ പഠിക്കുന്ന രീതി. പക്ഷെ നല്ല മാർക്ക് കിട്ടിയവരുണ്ട്, അവർ ആ രീതിയിൽ വന്നു. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ PDF വായിച്ച് കാണാതെ പഠിച്ചു. അതാണ് ടഫ് എന്ന് പറഞ്ഞത്. നമ്മളൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കൂളായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വരണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് റെഗുലർ ആയിട്ട് കാണുന്നവർക്കായിരിക്കും ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സാം ചെയ്യാൻ പറ്റുക അല്ലെ?
കാരണം നമ്മൾ എന്തൊക്കെയോ പഠിച്ചൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഈ കോഴ്സ് പഠിക്കരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തും. നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാട്, നമ്മളുടെ ഡിയർ വൺസ് ആയിട്ടുള്ള കുറെ പേരുടെ ലൈഫിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. നമുക്കൊരു ജോബ് മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ മാത്രം ഒരു നിർബന്ധം പറയുന്നത്. ഇത് പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതി അങ്ങനെ രീതിയിൽ ഈ കോഴ്സ് നമ്മൾ ഒരിക്കലും കാണരുത്. ഇതൊരു ലൈഫ്. എനിക്ക് തോന്നിയത് നമ്മള് എന്താ പറയാ, KG നമ്മള് ഒരു 3rd സ്റ്റാൻഡേർഡിൽ കുഞ്ഞിനെ ഒരു പാരന്റ്സ് ട്രെയിനിങ് കൊടുക്കും. പാരന്റ്സ് ആ ഒരു വർഷം പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു പാരന്റ് എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക. ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് അന്നേരം എന്റെ കൊച്ചിനെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടി. കാരണം നമ്മൾ എങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല, കുഞ്ഞുങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയെന്ന് അവര് നമുക്ക് ആദ്യമേ പറഞ്ഞു തരും. അവരുടെ തിങ്കിങ്, അവരുടെ കാര്യങ്ങൾ എങ്ങനെ. അപ്പൊ എനിക്ക് ഈ ക്ലാസ് കേട്ടപ്പോ എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത കാരണം എനിക്കിത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം നമ്മുടെ തിങ്കിങ് ഓൾറെഡി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കുഞ്ഞ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവരെ എങ്ങനെ വേദനിപ്പിക്കാതെ അവനെങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ എക്സാം എഴുതുമ്പോൾ അവരെ ടെൻഷൻ ആകുമ്പോൾ ഞാൻ പറയും, എക്സാം അല്ലേ, അത് എന്നാത്തിനാ എക്സാം എന്നറിയോ. ഞാൻ എന്റെ മോനോട് പറയുന്ന കേട്ടോ. എക്സാം, എന്റെ മോൻ ഭയങ്കര ടെൻഷൻ. ഇപ്പൊ ഇന്ന് പോകുമ്പോ അവൻ എന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇന്ന് പേപ്പർ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, എക്സാം കഴിഞ്ഞു, ഇന്ന് കുഞ്ഞ് എന്തൊക്കെയാ പഠിച്ചതെന്നുള്ളത് ആ പേപ്പറിൽ ടീച്ചർ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി. ടീച്ചർ എന്നും ക്ലാസ് എടുത്ത് തരുന്നതല്ലേ. അപ്പൊ ടീച്ചറിന് അറിയണ്ടേ കുഞ്ഞിന് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്ന്. അതിന് വേണ്ടിയിട്ടാണ് എക്സാം എടുത്തത്. അപ്പൊ എന്ത് ചെയ്യും, പേപ്പർ നോക്കുമ്പോ ടീച്ചർക്ക് അറിയാം, ഓ ഈ കുട്ടിക്ക് ഇത് മനസ്സിലായിട്ടില്ല, ഇത് മനസ്സിലായി, ഇത്രേ ഉള്ളൂ ഇല്ലേ, അത് വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് വിടുമ്പോ എന്താ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് അവരെ ഫ്രീ ആക്കി വിടാൻ നമുക്ക് അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. ഞാനും അതുപോലെ അയ്യോ കൊച്ചിനെ വളർത്തുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം, എന്റെ കൊച്ചു ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ചിന്തയാണത്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ KG പിള്ളേർക്ക് നമ്മൾ ശരിക്കും പിള്ളേർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പാരന്റ്സിനാണ് ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പാരന്റ്സിന് ഒരു അവയർനെസ്സും ഇല്ല, ഒന്നും അറിയത്തില്ല. അവരെന്തോ അവർ പഠിച്ച ആ ഒരു സിസ്റ്റം വെച്ചിട്ട് പിള്ളേരെ വളർത്തി കൊണ്ടുപോവാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് കിട്ടി. ഞാൻ എന്റെ മോനെ 2.5 വയസ്സിൽ കൊണ്ട് ചേർത്തതാണ്. അപ്പൊ എനിക്ക് അവനെ 2nd സ്റ്റാൻഡേർഡ് വരെ എനിക്കൊരു പാരന്റ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മന്ത്ലി പാരന്റ്സ് ട്രെയിനിങ് ഉണ്ടാവും. നമ്മൾ കൊച്ചിനോട് ആ ഒരു മാസം നമ്മൾ അവരെ എങ്ങനെ കൊണ്ടുപോയി, ഞങ്ങൾ പറഞ്ഞ പോലെയാണോ കൊണ്ടുപോയെന്ന് അവരുടെ ടീച്ചേഴ്സ് ചോദിക്കും. ഞങ്ങളുടെ മെന്റർമാർ ഞങ്ങളോട് ചോദിക്കാം. അപ്പൊ നമുക്കുള്ള ദേഷ്യം, നമ്മുടെ കുറെ പ്രഷറുകൾ നമ്മൾ അവിടെ ഇങ്ങനെ ഒതുക്കി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ കൂടെ അങ്ങ് ചേർന്ന് പോകും. അപ്പൊ അങ്ങനെ കിട്ടിയ കുറെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഞാൻ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് പറ്റുമ്പോഴങ്ങനെയൊക്കെ മറ്റേത് റെക്കോർഡ് ക്ലാസ് കേൾക്കാറ്. പക്ഷെ എനിക്കിത് ഒരുപാട് എന്താ പറയാ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ആ ക്ലാസ് ഒരുപാട് കേട്ട കാരണം കൊണ്ട് എനിക്ക് അതുമായിട്ട് ഓക്കെ അങ്ങനെയാണ്, അപ്പൊ ഇതാണ് മോണ്ടിസോറി സിലബസിൽ നമ്മൾ കേൾക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. അപ്പൊ ശരിക്കും പറയാം പാരന്റ്സിനാണ് ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എന്നിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിയിട്ട് കാര്യമുള്ളൂ. പാരന്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനും കൊടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അവിടെ സ്കൂളിൽ ഫസ്റ്റ് ടീച്ചേഴ്സിന് അവർക്ക് മാസം ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവർ ട്രെയിനിങ് തരുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം നമ്മൾ കുട്ടികളിലല്ല പലതും അടിച്ചേൽപ്പിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ്, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ തിരക്കായിരിക്കും, വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഹെഡ്ഫോൺ വെക്കോ ചെയ്ത് ആ ജോലിയുടെ ഒപ്പം കേട്ടോണ്ടിരുന്നാൽ മതി. ഇതിങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ കേൾക്കുക, നമ്മൾ ഒരാൾ സംസാരിക്കുന്ന കേൾക്കുന്ന പോലെ നിങ്ങളൊന്ന് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഓക്കെ ദെൻ പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പൊ ക്ലാസ് കുറച്ചുകൂടെ പ്രൊഫഷണൽ മീൻസ് കുറച്ചുകൂടെ നല്ലതായിട്ടായിട്ട് എനിക്ക് തോന്നുന്നു. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ പ്ലീസ്. പറഞ്ഞില്ല എന്താണ് ഇന്റേൺഷിപ്പ് ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. അപ്പൊ പിന്നെ ഇന്റേൺഷിപ്പിന് പോകാത്തവര് എന്ത് ചെയ്യും മാഡം? അങ്ങനെയല്ല, ക്ലാസ് റൂമിൽ പലരും ഇത് ഷെയർ ചെയ്തത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. ക്ലാസ് റൂമിൽ വന്നിട്ട് ഇവരിങ്ങനെ ഞാൻ ഇന്ന കാര്യം ചെയ്തപ്പോ ആ കുട്ടിക്ക് ഈ ഒരു വ്യത്യാസം ഉണ്ടായി, അപ്പൊ അവിടെ എന്താ ഫ്രീഡം കൊടുത്തു അവന്. സോ നമുക്കത് ഉണ്ടല്ലോ മോണ്ടിസോറി മെത്തേഡില് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരാം, ഒരു കുട്ടിക്ക് നിങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവനിൽ എന്ത് ചേഞ്ചസ് വരുത്തും, ആ ഒരു അങ്ങനെ ചോദിക്കാലോ, അതാ ഉദ്ദേശിച്ചത്.
അല്ലാതെ ഇന്റേൺഷിപ്പ് അത് നമ്മൾ വൈവ സമയത്തായിരിക്കും കേട്ടോ. ഇന്റേൺഷിപ്പിന് ഓരോരുത്തരും ഇൻഡിവിജ്വലി പോയ കാര്യങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. അവിടെ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ല കേട്ടോ വൈവ. അതും പേടിക്കണ്ട. നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയപ്പോ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, അത് ജസ്റ്റ് ഒരു പ്രസന്റേഷൻ, അത് മാത്രമേ ഉള്ളൂ വൈവയില്. വൈവയില് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. സാധാരണ സബ്ജക്റ്റുകളുടെ വൈവ പോലെയല്ല നമ്മളുടെ. യെസ് സഹദൂന. അത് മലയാളത്തിൽ പറയാമോ വൈവയ്ക്ക് ഞങ്ങക്ക്? കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്ക്. നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നാത്ത ഭാഗത്തിൽ മലയാളം പറഞ്ഞ് നമുക്കൊരു നല്ല രീതിയിൽ ഒരു മിക്സഡ് ലാംഗ്വേജ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്യുവർ മലയാളം ആകാതെ ഇംഗ്ലീഷും കൂടെ ചേർത്തിട്ട് അത് നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. നമുക്ക് കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ പറഞ്ഞോളൂ. നോ പ്രോബ്ലം. കാര്യങ്ങളൊക്കെ ചോദിക്കോ? PDF-ലുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ PDF-ൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വൈവയ്ക്ക് ചോദിക്കോന്ന്? വൈവയ്ക്ക് ഞാൻ ചോദിക്കില്ല, അത് ഓൾറെഡി പരീക്ഷ എടുത്തല്ലോ. വൈവയ്ക്ക് എനിക്ക് നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു, റെക്കോർഡ് ബുക്കിൽ നിങ്ങളൊരു കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് മോറലാണ് ആ കഥയിലൂടെ നിങ്ങൾ കുട്ടിക്ക് കൊടുത്തത്, പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ, നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഫൈനൽ ഡേ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടായി, നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി, അത് ആ ടൈപ്പ് ആയിരിക്കും വൈവ. അല്ലാണ്ട് ഇങ്ങനെ നമ്മള് PSC ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ അങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ച് ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കുക, അതല്ല. വൈവ എങ്ങനെയായിരിക്കും ഞാൻ ഇപ്പോഴേ പറയാൻ കാരണം ടെൻഷൻ വേണ്ടാന്ന് വെച്ചിട്ട്. ബട്ട് നിങ്ങളുടെ എക്സാം സീരിയസ് ആയി എടുക്കുക. കാരണം സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവണം. എന്തുകൊണ്ട് ഓരോ കാര്യം കാണാതെ പഠിക്കാതെ എന്തുകൊണ്ട് ഫ്രീഡം കുട്ടിക്ക് കൊടുക്കുന്നു, കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ തടസ്സപ്പെടുത്തിയാൽ കുട്ടിക്ക് എന്ത് സംഭവിക്കും, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ടീച്ചർ എന്താ പ്രശ്നം ചോദിച്ചാല് എല്ലാ സബ്ജക്റ്റും എല്ലാം ഒരുപോലെയാണ് ടീച്ചർ എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എന്താ എനിക്ക് ക്ലിയർ ആയില്ല. അതെ, ഇപ്പൊ സബ്ജക്ട് പാർട്ട് 3 ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ ഇത് എല്ലാം കേൾക്കുമ്പോ എല്ലാം ഏകദേശം ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് ഒരുപോലെ തന്നെയാണ്. ടോട്ടലി എന്താ പറയാ, നമ്മൾ എങ്ങനെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം, എങ്ങനെ ഹൗ ടു ടീച്ചിങ്, അതൊക്കെ തന്നെയാണ് മനസ്സിലാകുന്നത് അതില്. അപ്പൊ എക്സാം പറയുമ്പോ ഒരു പേടി, ഇതിലിപ്പോ എന്തൊക്കെ ആയിരിക്കും, എന്തായിരിക്കും. അങ്ങനൊരു ടെൻഷൻ വേണ്ട. കാരണം നമ്മുടെ ബാച്ചിലെ ടെൻഷൻ പിടിച്ച കുട്ടികൾക്കായിരുന്നു ഭയങ്കര ഇതായിട്ട് പോയി. അവർ കഴിഞ്ഞപ്പോ അവരങ്ങ് റിലാക്സ്ഡ് ആയി. ഇത്രയായിരുന്നു, ഞാൻ തോറ്റു പോകുന്നൊക്കെ പറഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. റിസൾട്ട് വന്നപ്പോ നല്ല മാർക്ക് ഉണ്ട്. അത് ടെൻഷന്റെ കാര്യമില്ല. പിന്നെ MCQന്റെ ഒരു പ്രശ്നം പറയാം. അത് ഞാനും അനുഭവിച്ചിട്ടുള്ള പ്രശ്നമാണ്. എല്ലാ ആൻസറും നമുക്ക് ശരിയാന്ന് തോന്നും. അതല്ലേ MCQന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു അത് വരാം. അങ്ങനെയുള്ള രീതിയിൽ വളരെ റിലാക്സ് ചെയ്ത് കൂളായിട്ട് എഴുതുക. പിന്നെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്, നമ്മളുടെ കയ്യിൽ റെഫറൻസിന് PDF ഉണ്ട്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലുണ്ട്. അതാ പറയാം, നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു മെയിൻ പോയിന്റ് ആണെന്ന് തോന്നുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. മാക്സിമം പോയിന്റ്സ് അതിന്റെ കൂടെ ആഡ് ചെയ്യാം. അത് തന്നെ നല്ലൊരു റെഫറൻസാണ്. ടെക്സ്റ്റ് ബുക്കുകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഔട്ട്സൈഡ് ബുക്സ് റിലേറ്റഡ് അതാണ് കേട്ടോ. യെസ് പറഞ്ഞു. ഈ ടെസ്റ്റ് പേപ്പർ വെച്ച് കഴിഞ്ഞാല് അതിന്റെ മാർക്ക് എവിടെയെങ്കിലും, അതായത് ഇപ്പൊ നമുക്ക് പിന്നീട് സർട്ടിഫിക്കറ്റ് ഒക്കെ തരുമ്പോ അതിന്റെ മാർക്ക് ലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യോ ഈ മാർക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പൊ ഈ ടേം എക്സാം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമുക്കൊരു ബാച്ചും ഇറങ്ങാത്തത് കൊണ്ട് മാർക്ക് ലിസ്റ്റിനെ പറ്റി അറിയില്ല. പക്ഷെ എന്നാലും അതിലേക്ക് ആഡ് ആവുന്നല്ല, നിങ്ങളുടെ ഒരു പെർഫോമൻസ്, ഒരു അത്ര മന്ത് കഴിഞ്ഞപ്പോഴുള്ള പെർഫോമൻസ് വാല്യൂ ചെയ്യുന്നതാണല്ലോ ഇത് ടേം എക്സാം എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് പോലെയല്ലല്ലോ. അപ്പോ പെർഫോമൻസ് വാല്യൂ ചെയ്തതാ. അപ്പൊ അടുത്ത ടൈം എക്സാം എന്ന് പറയുന്നതും പെർഫോമൻസ് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് എന്തായാലും ഉണ്ടാകും. നമ്മള് അസൈൻമെന്റും എല്ലാ വർക്കും ചെയ്യുന്ന പോലെയൊക്കെ അല്ലേ? അതെ, നമ്മളൊരു ഇന്റേണൽ മാർക്ക് കൊടുക്കുമല്ലോ കുട്ടികൾക്ക് സാധാരണ. മെയിൻ എക്സാമിന് എക്സ്റ്റേണൽ മാർക്ക്. ഇപ്പൊ 100 മാർക്ക് ആണെങ്കിൽ ചിലയിടങ്ങളിൽ 60 മാർക്ക് മെയിൻ എക്സാം, എക്സ്റ്റേണൽ, പിന്നെ ഇന്റേണൽ മാർക്സ് ചെയ്ത അസൈൻമെന്റ്, ചെയ്ത ടെസ്റ്റുകൾ, അങ്ങനെ തന്നെ എല്ലാം വെച്ചിട്ട്. മാം, ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അക്കാദമിന്ന് വല്ല ഇതുണ്ടോ, സർട്ടിഫിക്കറ്റ് അങ്ങനെ വല്ലതും? അക്കാദമി മീൻസ് നമ്മുടെ ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഫോമാറ്റ് തരുമല്ലോ. ഗ്രേഡ് മീൻസ് ഓരോരോ ഏരിയയില് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നും പറഞ്ഞിട്ട് ആ സ്കൂളിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അവര്
സൈൻ ചെയ്തു തരുന്നത്? ആ ഒരു ഷീറ്റ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു ഇതിനകത്ത്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊന്നുമില്ലല്ലോ എന്തോ ട്രെയിനിങ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊന്നുമില്ലല്ലോ ട്രെയിനിങ് പൂർത്തിയാക്കിയേനെ. നമ്മൾ പൂർത്തിയാക്കി? പോയ ഇല്ല, അതില്ല. നമ്മൾ നമ്മൾ പോയ സ്കൂളിലല്ലേ ഉള്ളൂ. പോയ സ്കൂളിലാണ്. പിന്നെ ഒരു ഗ്രേഡ് ഷീറ്റ് പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഫോമാറ്റ് തന്നത് ഫില്ല് ചെയ്ത് വാങ്ങാറില്ലേ? ഉണ്ട്. യെസ്. ഓക്കെ ദെൻ. എന്തെങ്കിലുണ്ടോ? താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട്.